മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനോടൊപ്പം പോയ ആ ചെറുപ്പക്കാരൻ ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നു. ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾ ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ CCTV ദൃശ്യങ്ങൾ വഴി ബൈക്കിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നു. ഒടുവിൽ മാർക്കോയാണ് മഞ്ജുവിൻ്റെ പിന്നാലെ നടക്കുന്ന ആ ചെറുപ്പക്കാരനെന്ന് മനസ്സിലാക്കുന്നു. കാരണം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ മേഘനെ എങ്ങനെയെങ്കിലും മഞ്ജുവിനിൽ നിന്ന് അകറ്റിയിട്ട് മഞ്ജു മാർക്കോയും തമ്മിലുള്ള വിവാഹം നടത്തി വെക്കാനാണ് അവരുടെ പ്ലാനെന്ന് തെറ്റിദ്ധരിക്കുന്നു. കുറേ നാളുകൊണ്ട് ഒരു വ്രതത്തിൻ്റെ പേരിൽ മഞ്ജു തന്നെ കബളിപ്പിക്കുകയാണ്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അവൾ എന്നെ എങ്ങനെ സ്നേഹിക്കാനാ എന്നൊക്കെയുള്ള രൂപത്തിൽ മഞ്ജുവിനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് മേഘൻ. അതൊക്കെ കണ്ട് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സാഗർ ചിലപ്പം മാർക്കോയുടെ ബൈക്ക് കൊണ്ടായിരിക്കും വന്നത്. അതാ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉരുളക്കുപ്പേരി പോലെ തർക്കുത്തരം പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മേഘൻ്റെ സമനില തെറ്റി നിൽക്കുന്ന സമയമാണിത്. നടന്ന കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛനെ അറിയിക്കുന്നു. അച്ഛ, എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി അച്ഛ. നമുക്ക് സമയദോഷത്തിൻ്റെ സമയം കണ്ടാ. ഇപ്പം തന്നെ വിശ്വസിച്ച പെണ്ണുപോലും എന്നെ ചതിക്കുവാണ്. അവളിപ്പം മാർക്കോയുടെ പിന്നാലെയാണ്. അതൊക്കെ കേട്ടിട്ട് വാമദേവൻ ഒരു മറുപടിയും പറയുന്നില്ല. നിശ്ചലനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. മേഘൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നത് കണ്ടിട്ട് പോലും മോനെ നീ കരയണ്ട, സമാധാനപ്പെട് എന്നൊരു വാക്ക് പോലും വാമദേവൻ പറയുന്നില്ല. ഒടുവിൽ വാമദേവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഡോക്ടറും നഴ്സുമാരും വാമദേവനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാ തനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുക, എന്നാ വാർഡിലേക്ക് മാറ്റുക എന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുന്നു. എന്തായാലും നട്ടലിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും എണീറ്റ് നടക്കാനാകില്ല. വാർഡിൽ വേണമെങ്കിൽ 2-3 ദിവസത്തിനകം മാറ്റാം. ഇവിടുന്ന് വീട്ടിലേക്ക് പോയാലും എണീറ്റ് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ വീൽ ചെയറിൽ സഞ്ചരിക്കാം. അത് കേട്ട് വാമദേവൻ തകരുന്നു. ഇതിലും ഭേദം എന്നെ കൊന്നു തരാൻ പറ്റുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു, വേദന സഹിക്കാൻ പറ്റാത്ത പേഷ്യൻസ് എല്ലാം ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അപകടത്തിൽ അത്രമാത്രം പരിക്ക് ഇയാൾക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം വാമദേവനും പറയുന്നു, അത്ര പൊക്കത്തുനിന്നല്ലേ താഴെ വീണത്. ആ വീണത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. അതിനുശേഷം എല്ലാം അവ്യക്തമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ കിട്ടിയെന്ന് പറഞ്ഞതുപോലും വിശ്വസിക്കാനാകുന്നില്ല. ഈ കിടപ്പ് കിടക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് ഡോക്ടറിനോട് അപേക്ഷിക്കുമ്പം ഡോക്ടർ പറയുന്നു, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് തൻ്റെ ഡ്യൂട്ടി, അല്ലാതെ ഒരാളുടെ ജീവൻ എടുക്കുക അല്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട് വാമദേവന്. എന്തൊക്കെ പറഞ്ഞാലും സീമന്തിനിയമ്മായിക്കും മേഘനും സ്വാതിക്കൊന്നും വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്കുള്ള മാനസികാവസ്ഥയോ എണീറ്റ് നടക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ മാനസികാവസ്ഥ ഏത് രൂപത്തിലാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ വാമദേവനെല്ലാം ഇപ്പം മനസ്സിലാവുന്നുണ്ട്, താൻ ചെയ്ത തെറ്റുകളും താൻ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് വരാൻ കാരണമെന്ന്. അത്രമാത്രം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അതിനൊക്കെയുള്ള ശിക്ഷയായിരിക്കും തന്നെ ഈ അവസ്ഥയിലൂടെ ജീവൻ നഷ്ടപ്പെടാതെ തിരിച്ചു തന്നുകൊണ്ട് അനുഭവിപ്പിക്കാൻ പോകുന്നേ എന്നൊക്കെയുള്ള ബോധം വന്നു തുടങ്ങുന്നു വളരെ വൈകിട്ട്. അതേസമയം കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടി. അത് മുന്നത്തേക്കായും നന്നായിട്ട് ചലിപ്പിക്കാനും പറ്റുന്നു. മറ്റാരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് കാലിൻ്റെ ചലനശേഷിയൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത്. മഹാലക്ഷ്മിക്കും ദേവി മുത്തശ്ശിക്കും തോമസ് വൈദ്യർക്കും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാവൂ. പിന്നെ ഉറ്റ സ്നേഹിതരായിട്ടുള്ള മാർക്കോയ്ക്കും അനന്തുവിനും ലേഖയ്ക്കും മറ്റാരോടും ഇത്രയധികം പുരോഗതി ഉണ്ടായ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വത്തുക്കൾ എഴുതി മഹാലക്ഷ്മിയുടെ പേരിലേക്ക് കൊടുക്കാൻ പോകുന്നു. മഹാലക്ഷ്മിയെ തൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവളുടെ വാക്കുകൾ വില കൽപ്പിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാണ് ബന്ധുക്കൾ ഇത്രയധികം ശത്രുക്കളായി മാറിയത്. ഇനി കാലിൻ്റെ ചലനശേഷിയും കൂടി തിരിച്ചു കിട്ടിയെന്നറിഞ്ഞ് അടുത്ത ഉപദ്രവമായിട്ട് അവർ വരണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാം മറച്ചു വെക്കുന്നത്. അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കണ്ണൻ അവരുടെ മുമ്പിലൂടെ നടന്നുപോയാൽ എങ്ങനെ ഇരിക്കും ചിന്തിക്കുന്നതിനും അപ്പുറമല്ലേ. കാരണം കരുണ ഇപ്പോൾ അഹങ്കരിക്കുന്നത് തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ഒരിക്കലും കണ്ണനും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരത്തില്ല എന്നുള്ള അഹങ്കാരത്തിലാണ്. കണ്ണനാണെങ്കിൽ ഇങ്ങനെ കാലുകൾ ചലിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് കാല് പൊക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വരുന്ന മഹാലക്ഷ്മിക്ക് സന്തോഷം സഹിക്കാനാകുന്നില്ല. അടുത്ത തവണത്തെ ചികിത്സയോടെ ഉറപ്പായിട്ടും കണ്ണേട്ടൻ എണീറ്റ് നടക്കാനാകും, അതെൻ്റെ പ്രതീക്ഷയാണെന്നൊക്കെ അവൾ പറയുന്ന സമയത്ത് കണ്ണനും പറയുന്നുണ്ട്, എനിക്കും ഉറപ്പുണ്ട്, എന്തായാലും ഉടനെ തന്നെ ഞാൻ എണീറ്റ് നടക്കുമെന്ന്. വീൽ ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യനെ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാകുമെന്നുള്ള കാര്യമൊക്കെ അമ്മാവനിപ്പം മനസ്സിലായി കാണും എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ, അങ്ങനെയൊന്നും മനസ്സിലാക്കുന്ന ആളെയല്ല, അതൊക്കെ ദുഷ്ടക്കൂട്ടങ്ങളാ എന്ന് കണ്ണനും പറയുന്നു.
കണ്ണൻ എണീറ്റ് നടക്കാനാകത്തില്ലേലും പൊന്നുപോലെ നോക്കാൻ മഹാലക്ഷ്മി കൂടെയുള്ളപ്പം കണ്ണന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല അനന്തവും ലേഖയൊക്കെ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പിട്ട് പൊന്നുപോലെ നോക്കിയിരുന്നു. പിന്നെ മഞ്ജുവും ഉണ്ണിയും ദുർഗാമ്മയൊക്കെ നോക്കിയിരുന്നു. ഒരിക്കലും എണീറ്റ് നടക്കരുത് എന്നുള്ള രൂപത്തിൽ മരുന്നീ മായം കലർത്തി. ആ അവസ്ഥയല്ല വാമദേവൻ ഉണ്ടായിരിക്കുന്നത്. ആദ്യമൊക്കെ നല്ലതുപോലെ നോക്കുന്നുണ്ട് സീമന്തിനി അമ്മായിയും മേഘനും സ്വാതിയും മഞ്ജുവൊക്കെ. മഞ്ജു നോക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം പരിചരിക്കുന്നു എന്നല്ല. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന വാമദേവൻ അമ്മാവനെ കണ്ട് പരിഹസിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ പയ്യെ പയ്യെ അവരുടെ നോട്ടത്തിൻ്റെ ആവേശമൊക്കെ അങ്ങ് കുറഞ്ഞു വരുന്നുണ്ട്. തൻ്റെ മണ്ടത്തരം കൊണ്ട് താനായിട്ട് വരുത്തി വെച്ച കെണിയിൽ ബാക്കിയുള്ളവരാണ് അനുഭവിക്കുന്നത് എന്ന രൂപത്തിൽ കുത്തുവാക്കുകളുണ്ട് സീമന്തിനി അമ്മായിയും മേഘനുമൊക്കെ ഓരോന്നും പറയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണോ താൻ ഇത്രയും വർഷം തൻ്റെ ഊണും ഉറക്കവും കഴിച്ച് കണ്ണനെയും മഹാലക്ഷ്മിയൊക്കെ കൊല്ലാൻ ശ്രമിക്കുകയും അവിടുന്ന് ഓരോ പണവും നേട്ടങ്ങളും ഒപ്പിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തതെന്നോ ആലോചിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ കണ്ണന് വേണ്ടിയിട്ട് യാതൊരു നല്ല കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല. എങ്കിലും മഹാലക്ഷ്മി കയറി വരുന്നതിന് മുമ്പിട്ട് അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കണ്ണൻ നിറവേറ്റി കൊടുത്തിരുന്നു. അതായത് മേഘൻ്റെ കാര്യങ്ങളും സ്വാതിയുടെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ഥാപനങ്ങളും ഫിനാൻസിയേഴ്സും ജ്വല്ലറിയും എല്ലാം ഇവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നഷ്ടമാണ് തനിക്ക് വരുന്നേ, ഇവരെന്തൊക്കെയോ കട്ടെടുക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പോലും കണ്ണൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയതേയില്ല. എന്നാൽ മഹാലക്ഷ്മി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവളെ തന്നിൽ നിന്നും അകറ്റാൻ, അതായത് മഹാലക്ഷ്മി സ്ഥാപനങ്ങളുടെ മേൽനോട്ടമൊക്കെ ചെറുതായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പം ഇനി മഹാലക്ഷ്മി കണ്ണനോടൊപ്പം ജീവിക്കുന്നത് നമുക്കൊക്കെ തട്ടുകേടാണെന്ന് മനസ്സിലാക്കി അവളെ കൊല്ലണമെന്നുള്ള പ്ലാൻ തയ്യാറാക്കി. പലതവണയായിട്ട് ഓരോ പദ്ധതിയും തയ്യാറാക്കി. ഒടുവിൽ കണ്ണനും ആ സത്യം മനസ്സിലാക്കി. ദുർഗാമ്മയും ഉണ്ണിയും മഞ്ജുവും മേഘനും വാമനും എല്ലാവരും കൂടി തന്നെ ചതിക്കുവാണെന്നുള്ള കാര്യം, മരുന്നിൽ മായം കലർത്തിയ കാര്യം കൂടി അറിഞ്ഞപ്പോഴത്തേക്കും കണ്ണന് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം നഷ്ടമായി എന്ന് തന്നെ പറയാം. അതിൻ്റെയൊക്കെ ദേഷ്യത്തിനാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. എന്നാൽ മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ അവരിൽ നിന്നും അകറ്റി തനിക്ക് മാത്രം എല്ലാ നേട്ടവും വരണം എന്ന ആഗ്രഹത്തിൽ അങ്ങനെയൊന്നും ചെയ്തു കൂട്ടിയ പെൺകുട്ടിയല്ല. നല്ല മനസ്സിനുടമയായ കണ്ണനെ മഹാലക്ഷ്മിയും കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ദൈവം തന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ച് എന്ന തിരിച്ചറിവിലൂടെ മഞ്ജു മാറിയതുപോലെ വാമദേവനും മാറുന്നു. മേഘനും സീമന്തിനി അമ്മായിയും സ്വാതിയൊക്കെ അതെങ്ങനെ ഉൾക്കൊള്ളാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് തിരിച്ചടി കിട്ടാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കരുണയ്ക്ക് തന്നെയാണ്. ദൈവത്തെ മറന്നാണ് കരുണയും ഉണ്ണി ഇപ്പോൾ ഓരോ പ്രവൃത്തികളും കാട്ടിക്കൂട്ടുന്നത്. അവർക്കുള്ള തിരിച്ചടിയും അധികം താമസിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.